സുധാകരൻ മാറണമെന്ന് കോൺഗ്രസിൽ മുറവിളി, കെ സുരേന്ദ്രൻ മാറണമെന്ന് BJP-യിൽ മുറവിളി, പിണറായി മാറണമെന്ന് CPM-നുള്ളിൽ മുറവിളി. പിണറായിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നല്ല, അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാതെ, കാരണം അദ്ദേഹത്തിന് 81 വയസ്സ് തികയും, അതുകൊണ്ട് സ്ഥാനാർത്ഥിയാകാതെ മാറി നിന്ന് പാർട്ടിയെ നയിക്കണം എന്ന ചിന്തയാണ് CPM-ൽ പുകയുന്നത്. ഇന്നത്തെ പ്രധാന രാഷ്ട്രീയ ചിന്താ വിഷയം എന്ന് പറയുന്നത് തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളിലെ നേതൃമാറ്റം തന്നെയാണ്. നമുക്ക് ആദ്യം കോൺഗ്രസിൻ്റെ ഇത് നോക്കാം. കോൺഗ്രസിൽ കെ സുധാകരൻ മാറണം. കെ സുധാകരൻ്റെ കാര്യങ്ങൾ കൊണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ നയിക്കാൻ പ്രാപ്തനല്ല എന്നാണ് ഹൈക്കമാൻഡിൻ്റെ കണ്ടെത്തൽ. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റണം. പകരം 3-4 നേതാക്കളുടെ പട്ടിക ദീപാദാസ് മുൻഷിയും അതുപോലെ തന്നെ KC വേണുഗോപാലും ഒക്കെ ചേർന്ന് ആളുകൾ വെവ്വേറെ നേതാക്കളെ കണ്ട് അവരുടെ അഭിപ്രായ സ്വരൂപീകരണത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് ഹൈക്കമാൻഡിന് സമർപ്പിക്കാൻ. അതിൽ പ്രധാനി ആന്റണിയാണ്, മറ്റൊന്ന് സണ്ണി ജോസഫാണ്, പിന്നൊന്ന് അടൂർ പ്രകാശാണ്, പിന്നൊന്ന് കൊടിക്കുന്നിൽ സുരേഷാണ്, പിന്നൊന്ന് ബെന്നി ബെഹന്നാനാണ്. കൊടിക്കുന്നിൽ സുരേഷിന് ഉള്ള ഒരു പ്രാധാന്യം 2 തവണ പ്രസിഡന്റിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റ് എന്നാൽ വർക്കിംഗ് പ്രസിഡന്റ് എന്ന പദവി വഹിച്ചിട്ടുണ്ട്. കുറച്ചു കാലം താൽക്കാലിക പ്രസിഡന്റായും KPCCയെ നയിച്ച് ഒരു പരിചയ സമ്പത്ത് കൊടിക്കുന്നിൽ സുരേഷിനുണ്ട്. കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ജാതിയും അതായത് പിന്നാക്ക സമുദായത്തിൽ നിന്ന് വരുന്ന ആളെന്ന നിലയിൽ അങ്ങനെ ഒരു പരിഗണന കൂടി കൊടിക്കുന്നിൽ സുരേഷിനുണ്ട്. മറ്റൊരാണെങ്കിൽ ആന്റണിയും സണ്ണി ജോസഫും ബെന്നി ബെഹന്നാനും ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ആളുകളായതുകൊണ്ട് ക്രിസ്ത്യൻ മൈനോറിറ്റിയെ ഒപ്പം നിർത്താമെന്ന് പാർട്ടി കണക്ക് കൂട്ടുന്നു. അടൂർ പ്രകാശ് ഈഴവ സമുദായ അംഗമാണ്. ഈ കെ സുധാകരനെ മാറ്റുമ്പോൾ അടൂർ പ്രകാശിനെ വെച്ച് കഴിഞ്ഞാൽ ഈഴവ സമുദായത്തിന് ആ പിണക്കമുണ്ടാകില്ല എന്നും കണക്ക് കൂട്ടിയാണ് ഈ ഒരു പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ തന്നെ, അതുപോലെ രമേശ് ചെന്നിത്തല മുതിർന്ന നേതാവായി ഒപ്പം നിൽക്കുന്നതുകൊണ്ട് NSSനും അതൊരു പ്രശ്നമായി വരില്ല എന്ന കണക്കുകൂട്ടലിലാണ് ഈ നേതാക്കളുടെ പട്ടിക കോൺഗ്രസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ഇനി CPM-ലേക്ക് വന്നാൽ മുഖ്യമന്ത്രി ആരാകും അടുത്ത് 2026 തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒക്കെ ഇങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസവും കടന്നു പോകുന്തോറും ആദി കൂടി വരികയാണ് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ. അപ്പോൾ ആര് നയിക്കും? മുഖ്യമന്ത്രി തന്നെ നയിക്കും. അതായത് കൊൽക്കത്ത സമ്മേളനത്തിൽ പറഞ്ഞത് പാർട്ടിയെ 3-ാം തവണയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എടുത്തുയർത്തി കാണിക്കാൻ മറ്റൊരു നേതാവില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ, പോളിറ്റ് ബ്യൂറോ അംഗമായ സഖാവ് പിണറായി വിജയൻ തന്നെ 3-ാം തവണയും പാർട്ടിയെ നയിക്കും എന്ന് തന്നെയാണ് കൊൽക്കത്ത സമ്മേളനം മുന്നോട്ട് വച്ചിരിക്കുന്ന നയം. എന്നാൽ പാർട്ടിക്കുള്ളിൽ അതിനോട് വിയോജിപ്പുണ്ട് കേരളത്തിൽ. കാരണം മറ്റൊന്നുമല്ല, പിണറായി വിജയന് 81 വയസ്സ് തികയുന്നു. 75 വയസ്സ് കട്ട് ഓഫ് റേറ്റ് വെച്ച് മറ്റ് നേതാക്കളെയൊക്കെ മത്സരത്തിൽ നിന്നും സ്ഥാനമാനങ്ങളിൽ നിന്നും അകറ്റി നിർത്തുമ്പോൾ പിണറായി വിജയന് മാത്രം പ്രത്യേക പരിഗണന കൊടുക്കുന്നതിനോട് പാർട്ടിക്കുള്ളിൽ എതിർപ്പ് പുകയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ MV ഗോവിന്ദൻ, അതുപോലെ MA ബേബി, A വിജയരാഘവൻ, ഈ 3 പേരിൽ ആരെങ്കിലും ആകും മുഖ്യമന്ത്രിയാവുക എന്ന ഒരു സമീപനം പാർട്ടിക്കുള്ളിലുണ്ട്. അങ്ങനെ ഒരു കീഴ്വഴക്കമാണ് പാർട്ടി പിന്തുടരുന്നത്. അത് മാത്രമല്ല, പിണറായി വിജയൻ ഈ വരുന്ന പാർട്ടി കോൺഗ്രസിലൂടെ 24-ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ ചേരുമ്പോൾ അതിൽ പിണറായി വിജയൻ PB അംഗത്വത്തിൽ നിന്ന് മാറിയേക്കാം. പകരം പ്രത്യേക ക്ഷണിതാവായി പാർട്ടി PBയിലും അതുപോലെ തന്നെ എല്ലാ നേതൃസ്ഥാനങ്ങളിലും അദ്ദേഹം പ്രത്യേക ക്ഷണിതാവായി ഇരിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറുന്ന ഒഴിവിലേക്ക് കേരളത്തിൽ നിന്ന് ഒരാൾ PBയിലേക്ക് എത്തും. അയാൾ ആരാണെന്നുള്ളതും അറിയാൻ ആകാംക്ഷ പാർട്ടി അണികൾക്കുണ്ട്. അയാളുമാകാം അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരുന്നത്. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ 3-മതൊരു ടേമിലേക്ക് ഉണ്ടാകാൻ ഇടയില്ല എന്നാണ് പാർട്ടിയുടെ ഉന്നത വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അതുപോലെ ഇനി BJPയിലേക്ക് വന്നാൽ, BJP അവരുടെ ബൂത്ത് തലം മുതൽ മണ്ഡലതലം അതെല്ലാം അവർ ഇതിനകം തന്നെ പുനഃസംഘടിപ്പിച്ച് കഴിഞ്ഞു. കോർ കമ്മിറ്റി കൂടി കഴിഞ്ഞു. 14 റവന്യൂ ജില്ലകളെ അവർ 14 സംഘടനാ ജില്ലകളായി തിരിച്ച്, സംഘടനാ ജില്ലകളിൽ ഓരോ ജില്ലകൾക്കും ഓരോ പ്രസിഡന്റ്, അവർക്ക് അതിനുള്ള പ്രാതിനിധ്യങ്ങൾ, വനിതാ പ്രാതിനിധ്യം, ക്രിസ്ത്യൻ പ്രാതിനിധ്യം, SC/ST പ്രാതിനിധ്യം, മറ്റ് പാർട്ടികളിൽ നിന്ന് വിട്ടുവന്ന ആളുകൾക്ക് കൊടുക്കുന്ന പ്രാതിനിധ്യം, അങ്ങനെയൊക്കെ വെച്ച് കരട് പട്ടിക തയ്യാറാക്കി അത് അംഗീകരിച്ചു. ഈ വരുന്ന 27-ാം തീയതി ജില്ലാ പ്രസിഡന്റുമാരുടെ പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് BJP കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ സംസ്ഥാന പ്രസിഡന്റിനെ നിശ്ചയിക്കും. 3+2 അങ്ങനെ 5 വർഷം സംസ്ഥാന പ്രസിഡന്റായി തുടർന്നവർക്ക് പിന്നെ തലസ്ഥാനത്ത് ഇരിക്കേണ്ടതില്ല എന്നാണ് ദേശീയ നേതൃത്വം പിന്നീട് തീരുമാനിച്ചത്. അങ്ങനെ വരുമ്പോൾ കെ സുരേന്ദ്രൻ തലസ്ഥാനത്ത് നിന്ന് മാറിക്കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ MT രമേശിൻ്റെയും ശോഭാ സുരേന്ദ്രൻ്റെയും പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ശോഭാ സുരേന്ദ്രനോടാണ് ദേശീയ നേതൃത്വത്തിനും താല്പര്യം കൂടുതൽ. കാരണം ഒരു വനിത സംസ്ഥാന അധ്യക്ഷയായി വരികയാണെങ്കിൽ അത് വലിയൊരു ചലനമായിരിക്കും സൃഷ്ടിക്കുക. കൂടുതൽ ആളുകളെ BJPയിലേക്ക് എത്തിക്കാൻ അതിലൂടെ സാധിക്കുമെന്ന് ദേശീയ നേതൃത്വം കണക്ക് കൂട്ടുന്നു. എന്നാൽ മറ്റൊരു സംശയമുള്ളത്,
MT രമേശോ ശോഭാ സുരേന്ദ്രനോ വന്നു കഴിഞ്ഞാലും ഈ കേരളത്തിലെ നേതാക്കൾക്കിടയിലുള്ള പടലപ്പിണക്കം മാറുമോ എന്ന കാര്യത്തിൽ ഒരു സംശയം മാത്രമേ ദേശീയ നേതൃത്വത്തിനുള്ളൂ. എന്തു വന്നാലും സുരേന്ദ്രൻ സ്ഥാനമൊഴിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സുരേന്ദ്രന് ഒഴിച്ചിട്ടിരിക്കുന്നത് രാജ്യസഭാ സീറ്റും കേന്ദ്ര സഹമന്ത്രി സ്ഥാനവുമാണ്. അതുകൊണ്ട് സുരേന്ദ്രൻ വളരെ ഹാപ്പിയിലുമാണ്. ഇതാണ് കക്ഷികൾക്കകത്ത്, പ്രധാനപ്പെട്ട കക്ഷികൾക്കകത്ത് ഈ തലമുറ മാറ്റമോ കസേര മാറ്റമോ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പൊതു ചർച്ച ഇപ്പോൾ ഇങ്ങനെയാണ് പുരോഗമിക്കുന്നത്. ആര് വാഴും ആര് വീഴും എന്നൊക്കെ നമുക്ക് കണ്ട് അറിയാം.